ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പ്രത്യേക തരം ബ്ലോഗാണ്. ബിക്കോസ് ഇന്ന് മുതൽ ഞങ്ങൾക്ക് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഹയർ സെക്കൻഡറിയിലെ ടെക്സ്റ്റ് ബുക്സ് ഒരു 3-4 സബ്ജക്റ്റിൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട്. ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടല്ലോ മലയാളം, ഹിന്ദി, സംസ്കൃതം. അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്സ് മാറിയിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു 3 days കോഴ്സ് ഓരോ സബ്ജക്റ്റിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ 3 ദിവസം എനിക്ക് കോഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന തയ്യാറെടുപ്പിലാണ് ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗായിട്ടൊക്കെ ചെയ്യാം. മിക്കവാറും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 3 ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേഗം റെഡിയായി പോവാം. അങ്ങനെ ഞാൻ റെഡിയായി. കാര്യമായിട്ട് കൊണ്ടുപോകേണ്ടത് ലാപ്ടോപ്പ് മാത്രമാണ്, വേറെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമുക്ക് കറങ്ങാം. ഞാൻ ഓൾറെഡി ലേറ്റായി. ഓഫീസ് ഓൾറെഡി ലേറ്റ്. കാര്യം പറഞ്ഞാൽ 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഇപ്പം 8:30 എനിക്കിന്ന് മടിയിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തേക്കാനൊക്കെ. പക്ഷെ സാരില്ല, ഞാൻ എത്തുമായിരിക്കും. അങ്ങനെ കറക്റ്റ് 9:25 ഞാൻ സ്കൂളിലെത്തി. പെരളശ്ശേരി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഈ കോഴ്സ് നടക്കുന്നത്. പക്ഷെ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾ വരാൻ ലേറ്റായി. അയാളെയും വെയിറ്റ് ചെയ്ത് സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഒരുവിധം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ലാപ്പൊക്കെ ഓൺ ചെയ്യും അങ്ങനെയൊക്കെ തുടങ്ങി. വളരെ ലളിതമായ ഒരു ഉദ്ഘാടന സെഷനോടുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഈ 3 ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കലായി. ചായം കുടിച്ച് ഒരു 5 മിനിറ്റ് വെറുതെ അലഞ്ഞിരിഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങൾ തുടങ്ങി. ആദ്യം തന്നെ എല്ലാവരും അങ്ങോട്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പുതിയതായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങളിതാ തുടങ്ങുകയാണ്. 1 വർഷം പഠിപ്പിക്കേണ്ട കാര്യമാണ് 3 ദിവസം കൊണ്ട് ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. ആ ഒരു സെക്ഷൻ കഴിയുമ്പോഴേക്കും ഉച്ച 2 മണിയായി. ഞങ്ങൾ ലാപ്പൊക്കെ കൊണ്ടുപോയി ചാർത്തിട്ട് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും പരിപ്പ് കറിയും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഫുഡും കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പെട്ടെന്ന് തന്നെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ചായ ഭക്ഷണത്തിനൊന്നും ഒരു മുടക്കില്ല. 4:30 ആയപ്പോൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വരുന്ന വഴിക്ക് ഞാൻ കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കടലക്ക. ആ കടലയൊക്കെ വായിവിട്ട് വീട്ടിലേക്ക് നടന്നു പോയി. അങ്ങനെ Day 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഇനി നമുക്ക് Day 2 കണ്ടാലോ? അങ്ങനെ പിന്നെ രാവിലെ പിന്നെ കുറച്ച് സമയം ഇൻഫർമേഷൻ വന്നതൊക്കെ ആയിട്ടും അത് കഴിഞ്ഞു. പക്ഷെ ബാക്കി സമയങ്ങൾക്ക് നല്ല ആയിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇന്ന് ഞാൻ ഇന്നലത്തേക്കാട്ട് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ട്. സ്വാഭാവികം, പെട്ടെന്ന് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. സൺസ്ക്രീനാണ് ചെറിയ മീ പാക്കിൽ വന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് വേറെ കൊണ്ടുപോകുന്നുണ്ട്. ലാപ്ടോപ്പ് നോക്കി മതി. ലാപ്ടോപ്പിൽ പിന്നെ ഒരു നോട്ട്ബുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം. റെഡിയായി. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ലാപ്ടോപ്പ് ചാർജർ ഒന്നും എടുക്കാനില്ല. ഇന്നലെ ഇരുന്ന ഓഡിറ്റോറിയത്തിൽ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ക്ലാസ് റൂമിലായിരുന്നു. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ഇത് ഷിൽസ മിസ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഉച്ചക്കത്തെ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഉച്ചക്കത്തെ സെക്ഷൻ പെട്ടെന്ന് പോയി. കുറേ കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിച്ചതുകൊണ്ടാണെന്നറിയില്ല, കിളി പോയ പോലെയായിരുന്നു എല്ലാവർക്കും. പിന്നെ ലാപ്പൊക്കെ ഓഫാക്കി ഞങ്ങൾ ലിഫ്റ്റിലാണ് താഴേക്ക് ഇറങ്ങിയത്. ഈ സ്കൂളിൽ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർ വൈകുന്നേരം ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള വികൃതി കളിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഇന്നങ്ങനെ ഇന്ന് കൂടി കോഴ്സ് ഇന്ന് കഴിയും. പെട്ടെന്നായിട്ടോ 2-3 ദിവസമൊക്കെ പോയ പോലെ എനിക്ക് ഓർമ്മ. നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് നേരത്തെ കഴിയും എന്നാണ് ഇന്നലെ പറഞ്ഞത്. നോക്കാം. ഞാനിന്ന് ഫുഡ് എടുക്കുന്നില്ല, പുറത്തുനിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് നേരത്തെ തന്നെ സ്കൂളിലെത്തി. ഞാൻ ഇന്നാണ് ശരിക്കും കാണുന്നത് ഇങ്ങനെ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ അതിലവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സ്കൂളാണെങ്കിലും അടിപൊളിയാണ്. ഞാൻ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓരോരുത്തരായിട്ട് വന്നു. ഇന്നും വീണ്ടും ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ സിലബസിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും പിന്നെ മോണിറ്ററൈസിങ് ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിനെയും സിലബസിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബാക്കിയുള്ള ഒരു പാർട്ട്, അതായത് ഇന്ന് എടുക്കേണ്ട സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി.
പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് വീണ്ടും സെക്ഷൻ വീണ്ടും തുടർന്നു. പക്ഷേ അത് കഴിയുമ്പോഴേക്കും 2:30 വിശന്നിട്ട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫുഡിന് പുറത്തുനിന്നാണ്. 60 രൂപയുടെ ഊണായിരുന്നു ഇത്. കിഡിലും ഊണ്. കൂട്ടത്തിൽ നല്ല ഗോതമ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു. നല്ല സുഖമാണ്. അതണോ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്കത്തെ സെക്ഷന് വേണ്ടിയിട്ട് പോവാണല്ലോ. ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് പെട്ടെന്ന് തീർന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിരുന്നു ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഫോട്ടോ ഓഫ് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ മസ്റ്റാണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു 3 ദിവസം ഉണ്ടായിരുന്നത്. അവസാനമായിട്ട് അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഈ ഒരു കോഴ്സിൽ എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ, എൻ്റെ +2 എന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ച സാറിൻ്റെ കൂടെയാണ് ഞാൻ ഈ വർഷം ഈ കോഴ്സ് ചെയ്തത്. അപ്പോൾ അന്ന് കണ്ടതാണ് ഞാൻ സാറിനെ. പിന്നെ ഈ ഒരു കോഴ്സ് വേണ്ടി വന്നു സാറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.